നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് റെക്കോർഡ് കുറച്ച് ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വെച്ചാൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ലോഗോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു നമുക്കിപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ചാറ്റ് ജി പി ടി എടുത്തതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്താണ് മെയ്ക്ക് എ ലോഗോ ഇന്ന നെയിം. ഇപ്പം പറയുകയാണെങ്കിൽ ഷാസ് മെഹന്തി ആണെങ്കിൽ ഷാസ് മെഹന്തി മെയ്ക്ക് എ മെഹന്തി ലോഗോ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അതിൽ യുണീക്ക് കൊണ്ട് ആഡ് ചെയ്താൽ ഏകദേശം നമുക്ക് ഇതേപോലെ കിട്ടും. സോ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. സോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ലോഗോ വെച്ചിട്ട് മേക്ക് എ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. സോ നമുക്ക് തന്ന ഒരു ഓൾ ഓവർ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു കാണുന്നത്. സോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൽ മേക്ക് ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻ നമുക്കിത് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. സോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു ക്യാപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തു. അതാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്തു, വേർ ദ ട്രഡീഷൻ മീറ്റ് എലഗൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള തന്നു. അതിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ എപ്പോഴും ഗൂഗിളിൽ നമുക്ക് റാങ്ക് ചെയ്യുന്ന കൂടുതൽ നമുക്ക് കീവേഡ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇപ്പം ഷാസ് മെഹന്തി അല്ലെങ്കിൽ ബ്രൈഡൽ മെഹന്തി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് പോലെ അതിൽ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ കീവേഡ്സ് കൊടുക്കണം. സോ കീവേഡ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഒരു സാധനങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു റാക്കറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാം. റാക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു എൻറ്റയർ ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യും, അതിൽ വരും. ഇതും കൊടുക്കുക, ലാസ്റ്റ് എന്ത് ചെയ്യുക, ഈ സാധനം കൂടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യും, ഈ വേർഡ്സുകളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റിസൾട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇത് ഷോർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പം നമ്മൾ എടുത്ത ഈ ഒരു ഇത് ഷോർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പം ഇവിടെ എന്ത് ചെയ്യുക, ക്യാപ്ഷൻ ഷോർട്ട് ചെയ്യണമെങ്കിൽ ഷോർട്ട് ക്യാപ്ഷൻ എന്നും കൊടുത്താൽ മതി. സോ ഇത്രയും സാധനങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഈ ആ ഒരു റെക്കോർഡ് ചെയ്തതിൽ നമുക്ക് മിസ്സായി പോയ ഭാഗം. അത് ഗൂഗിളിൽ ചെയ്തുകൊണ്ട് അത് റെക്കോർഡായില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് അതിൽ കിട്ടാൻ കേട്ടോ. സോ ഇതാണ് അതിൽ പറയുന്ന വിഷ്വൽ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടി വെച്ചിട്ടൊന്ന് അതിന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ.